അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും നമുക്കൊരു സന്തോഷം വരാറില്ലേ? അതുകൊണ്ട് തന്നെ ഈ ദിക്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിത്തിരി കൂടുതൽ സന്തോഷമുണ്ട്. എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിൽ വരുന്ന, ഞാൻ ചൊല്ലിപ്പോകുന്ന ദിക്റാണിത്. എൻ്റെ വിഷമമുള്ള സമയത്തൊക്കെ ഒരുപാട് ആശ്വാസം തന്നിട്ടുണ്ട്. ഒരുപാട് ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടുന്നൊരു ദിക്റും കൂടിയാണ്. ചൊല്ലിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഈ ദിക്റിൻ്റെ കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിക്റിൻ്റെ ശക്തിയെയും മഹത്വത്തെക്കുറിച്ച് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 രോഗങ്ങൾക്കുള്ള ഒരു മരുന്നാണിത്. അതിൽ ഏറ്റവും ചെറിയ രോഗം മനോവിഷമമാണ്. എന്ത് ടെൻഷൻ വന്നാലും ഡിപ്രഷൻ വന്നാലും ഈ ദിക്റ് ചൊല്ലി പ്രാർത്ഥിച്ചാൽ മഞ്ഞുരുകുന്ന വേഗത്തിൽ ഇല്ലാതാകും. ഞങ്ങൾ സങ്കടപ്പെടാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളുമെല്ലാം എളുപ്പമാക്കിത്തരും, സന്തോഷമാക്കിത്തരും. ഇത് ചൊല്ലുന്നവരുടെ 70ഓളം പ്രശ്നങ്ങളുടെ കവാടങ്ങൾ അടക്കപ്പെടും. ആ 70 പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറുതാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇത് ചൊല്ലുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവുകയില്ല. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു നേട്ടത്തെക്കുറിച്ച് പറയാം. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഉപ്പ ഉമ്മ, സഹോദരങ്ങൾ, നമ്മുടെ വീട്, സമ്പത്ത്, ജോലി, മക്കൾ, ഭർത്താവ്, ഭാര്യ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടല്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിക്റ് മാത്രം മതി. ഇത് സ്വർഗത്തിലെ നിധിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് പതിവാക്കാൻ കഴിയൂ. അതുപോലെ എല്ലാ മലക്കുകളും ഇത് പറയാതെ ആകാശത്തേക്ക് ഉയരുന്നില്ല എന്നാണ്. ഇനിയുമുണ്ട് ഒരുപാട് നേട്ടങ്ങൾ. ഇത് ചൊല്ലുന്നവർക്ക് മരണസമയത്ത് സന്തോഷം ലഭിക്കും. അവൻ്റെ കടലിലെ നൊരയോളം ചെറുപാവങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും കാവൽ നൽകുന്ന, സംരക്ഷണം നൽകുന്ന ദിക്റ് ഏതാണെന്നറിയണ്ടേ? എല്ലാവർക്കും അറിയാവുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ പേരിൽ സങ്കടവും ടെൻഷൻ അനുഭവിക്കുന്നവർ ഇതുപോലൊന്നു ചെയ്തു നോക്കൂ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഉത്തരം കിട്ടും. ഈ ദിക്റ് നല്ല മനസ്സുറപ്പോടെ, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ 313 വട്ടം ചൊല്ലിത്തീർത്താൽ എന്ത് ഉദ്ദേശിച്ചാണോ നിങ്ങൾ ചൊല്ലിയത് ആ പ്രശ്നത്തിനൊരു പരിഹാരം നൽകപ്പെടുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ, മനസ്സിൽ സങ്കടം സഹിക്കാതെ വരുമ്പോൾ, ഒളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് കരഞ്ഞ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം എന്ന് ചൊല്ലി ചോദിച്ചാൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യത്തിനും താമസമുണ്ടാവില്ല. ഉടനെ തന്നെ അത് സഫലമാകും. എന്താണ് ഈ ദിക്റ് കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എനിക്ക് ശക്തിയും കഴിയുമില്ല. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ, അവിടുന്ന് കരുണ കാണിച്ചാൽ മാത്രമേ എനിക്കും എല്ലാവർക്കും എന്തും സാധ്യമാകൂ. സ്ത്രീകൾക്ക് മെൻസസ് സമയത്തും 313 വട്ടം ചൊല്ലി ആഗ്രഹങ്ങൾ ചോദിക്കാം. ഏത് പ്രാർത്ഥന ആയിക്കോട്ടെ, അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, ആത്മാർത്ഥതയോടു കൂടി ചൊല്ലിയാൽ മാത്രമേ അതിനുള്ള ഉത്തരവും വേഗത്തിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതുപോലെ ചെയ്താലോ? 1 വട്ടം ചൊല്ലിയാൽ പോലും ഉത്തരം കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്.
അല്ലാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.